ഇതാണ് എക്സിനോസ് ഉള്ള സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്നത്. ഇതാണ് സ്നാപ്ഡ്രാഗൻ്റെ 888 ഉള്ള സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൽ വന്ന ചേഞ്ചസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ടിരിക്കുക. എക്സിനോസ് ഉള്ള മോഡലാണോ വാങ്ങുക അതോ ഈ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ഉള്ള മോഡലാണോ നിങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ S21 FE വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മോഡലിൽ ഏതായിരിക്കും വാങ്ങുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു മോഡലിലെ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യാതൊരു ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. ഒരു ചെറിയ കളർ വേരിയൻറ്റും വന്നിട്ടുണ്ട്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നേവി ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് അതിനകത്ത് പ്ലാസ്റ്റിക് ബോഡിയും അതുപോലെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. IP68 കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP68 കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് IP68 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിറ്റെക്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ഇപ്പം പ്രീവിയസ് ആയിട്ട് ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ 2ൻ്റെ ആ ഒരു ഇതിലും ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ മാത്രമാണ് വരുന്നത്. ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. USB Type 3.2 ആണ് ഇതിൽ വന്നിരിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ആണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ 3+ ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. 1200 nits പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു സാംസങ് ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ മെച്ചങ്ങളും കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിലുണ്ട്. യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഡിസ്പ്ലേയിൽ വരുന്നില്ല. HDR10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ മാത്രമാണ് സപ്പോർട്ട് ആയുള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഇതിപ്പോൾ അവൈലബിൾ അല്ല. നമ്മുടെ പ്രീവിയസ് വേർഷനിൽ നെറ്റ്ഫ്ലിക്സിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിലൂടെ ഈ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത് 5 nm ഫാബ്രിക്കേഷൻ ഉള്ള ചിപ്സെറ്റാണ്. ഇത് വന്നിട്ട് 3 വർഷം അടുത്താറായി ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. എങ്കിലും നല്ലൊരു പവർഫുൾ ആയുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. നമ്മുടെ ആ ഒരു എക്സിനോസ് വേർഷനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ആയുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. ഇത് ഗെയിമിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ പവർഫുൾ ആയുള്ള ആ ഒരു മോൺസ്റ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു മോഡലല്ല. എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഒറ്റ റാം വേരിയൻറ്റും സ്റ്റോറേജ് വേരിയൻറ്റും ആണ് വരുന്നത്. അതായത് LPDDR5ൻ്റെ 8GB റാമും അതുപോലെ UFS 3.1ൻ്റെ 256GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് വരുന്നത്. ബേസ് മോഡൽ തന്നെ നമുക്ക് 256GB സ്റ്റോറേജ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. 12 5G ബാൻഡ്സും കാര്യങ്ങളും ഇതിൽ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് Android 13 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 3 വർഷത്തെ വോയിസ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും മറ്റേ പ്രീവിയസ് വേർഷനിലും സെയിം ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. 15 വാട്ട് വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബോക്സിൽ ചാർജർ കിട്ടില്ല. അത് ഒന്ന് അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. നമ്മുടെ എക്സിനോസ് വേർഷനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്താണ് ഈ ഒരു ബാറ്ററി വർക്ക് ആവുന്നത്. കുറച്ചുകൂടെ ബാക്കപ്പും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ മോഡലിൽ ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സിനോസ് വേർഷനേക്കാളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. കാരണം വേറൊരു ചിപ്സെറ്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പം ഒപ്റ്റിമൈസ് ചെയ്യാനും കുറച്ചും കൂടെ ഈ ഒരു ചിപ്സെറ്റിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സ്നാപ്ഡ്രാഗൺ മോഡൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ക്യാമറ ടെസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് അതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പോർട്രേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഫോട്ടോസ് ആയിക്കോട്ടെ നമ്മുടെ എക്സിനോസ് വേർഷനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കൊണ്ടുവരുന്നുണ്ട്. സെയിം ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം 12 MP മെയിൻ സെൻസറും കാര്യങ്ങൾ വരുന്നത്. വിത്ത് OIS സപ്പോർട്ടഡ് ആയിട്ടുള്ള ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. 8 MP ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് 4K ആൻഡ് 60 FPS വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ പ്രീവിയസ് വേർഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. 4K ആൻഡ് 60 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് വേർഷനുകളിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്യാമറ കമ്പാരിസൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് 44,999 രൂപയാണ്. അതുപോലെ 5000 രൂപ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു മോഡലിലെ ചേഞ്ചസ് കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അതായത് എന്തൊക്കെ നിങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഏത് വാങ്ങും, എക്സിനോസിൻ്റെ ആ ഒരു മോഡലായിരിക്കും വാങ്ങുക അതോ സ്നാപ്ഡ്രാഗൻ്റെ ഈ ഒരു മോഡലായിരിക്കും വാങ്ങുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.